ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷനായ ചീരങ്കാവിലെ റോഡ് ശോചനീയാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള തിരക്കേറിയ ജംഗ്ഷനായിട്ടും അധികാരികളാരും ഈ റോഡിനെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പുത്തൂർ, ഏനാത്ത്, നെടിയവിള, കടമ്പനാട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഏക ജംഗ്ഷനാണ് ചീരങ്കാവ്. നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളാണ് ഇതുവഴി ദിനംപ്രതി തിരിഞ്ഞു പോകുന്നത്. എന്നാൽ ജംഗ്ഷന്റെയും മുൻപോട്ടുള്ള റോഡുകളുടെയും ശോചനീയാവസ്ഥ കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട സ്ഥിതിയാണെന്ന് ബസ് ഡ്രൈവർമാർ പറയുന്നു. റോഡിലാകട്ടെ കല്ലുകൾ ഇളകി കിടക്കുന്നതിനാൽ ബസ്സുകളുടെയും മറ്റ് വലിയ വാഹനങ്ങളുടെയും എല്ലാം ടയറിൽ കല്ലുകൾ അടിച്ചു തെറിച്ച് ഓട്ടോറിക്ഷയുടെ ചില്ലുകൾ പൊട്ടുന്നതും പതിവാണെന്ന് ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു. എടുത്തോണ്ട് പോകുമ്പോൾ ഇതേപോലെ കുറെ മെറ്റൽ കൊണ്ടിടും. മെറ്റൽ അതിനേക്കാൾ ദുരിതം. ഞങ്ങളെ മെറ്റലെല്ലാം തട്ടിക്കളയുന്നു. പിന്നെ ഒരു മെറ്റൽ വന്ന് അടിച്ചിട്ട് ഒരു വണ്ടിയുടെ ബോഡി കൊണ്ടുപോയി. അത്രയും സ്പീഡിലാണ്. വലിയ വണ്ടിയൊക്കെ നല്ല സ്പീഡിലല്ലേ പോകുന്നത്. ലോഡ് വണ്ടി മെറ്റലിന്റെ മേളിൽ കയറിയ വളരെ രക്ഷയുണ്ടോ? തെറിച്ചു വരും. മനുഷ്യന്റെ കാലയെ തട്ടിയാ തീർന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പൊടിയാണ് സഹിക്കാൻ വയ്യ. ഇവിടെ ഒറ്റ ആട്ടാ കഴിക്കാൻ കല്ല് കിടന്ന വണ്ടി ക്ലാസ്സിൽ അടിച്ചു തന്നെ എത്ര പേരെ കാല് പോയിട്ട് എത്ര മറിഞ്ഞു വരുന്നറിയോ? അങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴാണ് ഇവിടെ കൊടുത്ത് കോറി വേസ്റ്റ് കൊണ്ടിട്ടിട്ട് സിമെന്റും കുഴച്ചിട്ട് പോയത്. കാരണം ഈ റോഡ് നേരിട്ട് പോകുമ്പോൾ അവിടെ പൈപ്പ് ലൈൻ്റെ റോഡ് താറ് ചെയ്യുക. പൈപ്പ് ലൈൻ്റെ ഒരു കുഴി ഒഴിച്ച് അഗാധമായ കുഴിക്കുക. ബൈക്കുകൾ വന്നിട്ട് വീഴുക. അവിടെ ആകെ നടന്ന ഇടത്ത മറിച്ച് കാലമുണ്ട് ആട്ടാ കയറി. അവിടെയാണ് മൊത്തവും കൊണ്ട് ബൈക്കുകൾ നടത്തി നോക്കുക. ജംഗ്ഷനിൽ ബസ് കാത്തു നിൽക്കുന്നവരുടെയും കാൽനടക്കാരുടെയും സ്ഥിതി വ്യത്യസ്തമല്ല. ദേഹത്തും തലയിലും അടക്കം കല്ലിടിച്ച് പലർക്കും പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് സമീപത്തെ കടക്കാർ പറഞ്ഞു. ഏകദേശം 40 വർഷം കഴിഞ്ഞു ഈ റോഡിന്റെ സ്ഥിതി ഇങ്ങനായിട്ട്. എങ്ങനെ താറി ചെയ്താലും ശരി തന്നെ ഒരു 3 മാസം കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് വെട്ടിപ്പൊളിക്കും. ചുരുക്കം പറഞ്ഞാൽ ഈ 40 വർഷം കൊണ്ട് ഒറ്റ ദിവസം പോലും പൊടി തിന്നാതെ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇത്രയും ജനങ്ങൾ വന്ന് തങ്ങുന്ന ഒരു സ്ഥലമാണ്. ഒരു പൊതു വാട്ടർ ടാപ്പ് കൂടില്ല. പഞ്ചായത്തുകാർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കില്ല. അവർക്ക് എല്ലാത്തിനും പിരിവാണ്. ഇപ്പൊ പ്ലാസ്റ്റിക് സാധനം എടുക്കുന്ന പറയും മാസം തോറും 100 വെച്ച് ഞങ്ങളുടെ നിന്ന് പിരിക്കുന്നുണ്ട്. ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഓടയെല്ലാം ബ്ലോക്ക് ആവും. ആ സമയത്ത് ഞങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ആളുകളെ നിർത്തി ഈ ഓട തെളിച്ചിട്ടുണ്ട്. ജംഗ്ഷനിൽ പകൽ പോലും കത്തിക്കിടക്കുന്ന ഹൈമാസ് ലൈറ്റിന്റെ നഷ്ടപ്പെടുത്തി കളയുന്ന വൈദ്യുതി തുക മിച്ചം പിടിച്ചെങ്കിലും ഈ കുഴി നികത്തി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരും പ്രദേശവാസികളും പറയുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഭാര്യയും കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തി. UDF വലിയ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ വിധിയെഴുത്തുണ്ടാകും. അതിനുവേണ്ടിയാണ് പ്രചാരണം നടത്തിയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാവിലെ തന്നെ ഞാനും ഭാര്യ സമേത വോട്ട് രേഖപ്പെടുത്തി. വലിയ പ്രതീക്ഷയിലാണ് ഐക്യജനാധിപത്യ മുന്നണി. തെക്കൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ആവേശത്തോടെ വടക്കൻ ജില്ലകളിലെ പ്രചരണം സമാപിച്ചു. നല്ല മുന്നൊരുക്കത്തിൽ UDF തുടങ്ങി. നല്ല നിലയിൽ തന്നെ പ്രചരണം അവസാനിപ്പിക്കാൻ സാധിച്ചു. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള